പണ്ട് അക്ഷരമുത്തുകൾ എന്താണെന്നറിയുന്നതിന് മുമ്പ് മുത്തശ്ശി അനേകം കഥകൾ പറഞ്ഞു തരുമായിരുന്നു. കാക്കയുടെ കൗശലം, അണ്ണാറക്കണ്ണന്റെ സേവനം, ആമയും മുയലും പന്തയം, വർണ്ണക്കിളികളുടെ നിഷ്കളങ്കത, തേനീച്ചകളുടെ കഠിന പ്രയത്നം, തേനുണ്ണാൻ മുറ്റത്തു വരുന്ന പൂമ്പാറ്റകൾ എന്നിങ്ങനെ കൊച്ചു കൊച്ചു കഥകൾ. വാത്സല്യത്തിന്റെ ആ മടിത്തട്ടിൽ കഥകൾ കേട്ട് കിടക്കവേ വർണ്ണച്ചിറകുള്ള ശലഭങ്ങളും പാറിപ്പറക്കുന്ന പറവകളും ചാടിച്ചാടി നടക്കുന്ന കൊച്ചു മൃഗങ്ങളും എനിക്ക് ചുറ്റും ഉല്ലസിച്ചു. അവരെന്റെ തോഴരായി. കഥകളും യാഥാർത്ഥ്യങ്ങളും സ്വപ്നങ്ങളും അലിഞ്ഞു ചേർന്ന് ഒന്നായിരുന്ന ആ ചെറുപ്രായത്തിൽ കഥകളുടെ അക്ഷയപാത്രം മുത്തശ്ശിക്ക് എങ്ങനെ ലഭിച്ചു എന്നറിയാൻ ഞാൻ കൗതുകം പൂണ്ടു. വിദ്യാലയം അതൊരു സുന്ദര ലോകമാണെന്നും നിന്നെയൊരിക്കൽ നിന്റെ അച്ഛൻ അവിടെ കൊണ്ടുപോകുമെന്നും മുത്തശ്ശി പറഞ്ഞു. പിന്നെ ഞാൻ ആ ദിനവും കാത്തുകാത്തിരിപ്പായി. കുളിച്ചൊരുങ്ങി ഒരു നാൾ പുതുവസ്ത്രങ്ങളുമണിഞ്ഞ് ഞാൻ അച്ഛനോടൊപ്പം പുറപ്പെട്ടു. ആ സുന്ദര ലോകം കാണാൻ. അനേകം കുട്ടികൾ ഓടിച്ചാടിക്കളിക്കുന്ന പള്ളിക്കൂടം അന്ന് ഞാൻ കണ്ടു. മുറ്റത്ത് പൂന്തോട്ടവും പുറകിൽ ഓടിച്ചാടാൻ മൈതാനവുമുള്ള ആഹ്ലാദിപ്പിക്കുന്ന പള്ളിക്കൂടം. കുട്ടികൾ ചിത്രശലഭങ്ങളെപ്പോലെ ചെടികൾക്കിടയിലൂടെ മതിമറന്ന് തുള്ളിച്ചാടിക്കളിക്കുന്ന അത്ഭുത ലോകം എന്നെ പുളകം കൊള്ളിച്ചു. അനേകം കുട്ടികളോടൊപ്പം ഞാൻ ആകാംക്ഷയോടെ 1-ാം ക്ലാസ്സിലിരുന്നു. മണിയടിച്ചപ്പോൾ ക്ലാസ്സിലേക്ക് വന്ന ടീച്ചർ എല്ലാവർക്കും പുസ്തകങ്ങൾ തന്നു. വർണ്ണലിപികളും വർണ്ണചിത്രങ്ങളുമുള്ള മണമുള്ള പുസ്തകം. പ്രിയപ്പെട്ട ടീച്ചർ പുസ്തകത്തിന്റെ താളുകൾ തുറന്ന് അക്ഷരശലഭങ്ങളെ ഞങ്ങളുടെ മനസ്സിന്റെ പുൽമേടുകളിലേക്ക് തുറന്നുവിട്ടു. പനയും പറയും ആനയും വീണയും കടലും കാനനവും പക്ഷിമൃഗാദികളും ആകാശവും നക്ഷത്രങ്ങളും എല്ലാം ഞങ്ങൾക്ക് അക്ഷരങ്ങളിലൂടെ പരിചിതമായി. അക്ഷരങ്ങൾ ഞങ്ങൾക്ക് കഥകളുടെ അത്ഭുത ലോകത്തേക്കുള്ള വാതായനങ്ങൾ തുറന്നു തന്നു. അധ്യാപകർ കവിതകൾ ചൊല്ലിത്തന്നു, കഥകൾ പറഞ്ഞു തന്നു. ജിജ്ഞാസ വളർന്നപ്പോൾ പള്ളിക്കൂടത്തിലെ പുസ്തകപ്പുരയിലേക്ക് ഞങ്ങളെ നയിച്ചു. അലമാരകളിലിരുന്ന് മുഷിയുന്ന പുസ്തകങ്ങൾ ഞങ്ങളെ നോക്കി ചിരിച്ചു, മാടി വിളിച്ചു. വൈവിധ്യമാർന്ന എത്രയെത്ര പുസ്തകങ്ങൾ! ഞങ്ങൾ വിസ്മയിച്ചു. ഓടിച്ചെന്നെടുത്ത് തലോടി. പേരുകൾ വായിച്ചു. ബെഞ്ചിലിരുന്ന് പേജുകൾ മറിച്ചു. മഹാകവി ഉള്ളൂരിന്റെ പൂമ്പാറ്റയോട്, കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാല, വിഷ്ണു ശർമ്മന്റെ പഞ്ചതന്ത്രം കഥകൾ, എം.ഡിയുടെ മാണിക്യക്കല്ല്, സുമംഗലിയുടെ നെയ്പ്പായസം, പി നരേന്ദ്രനാഥിന്റെ കുഞ്ഞിക്കൂനനും വികൃതി രാമനും, അങ്ങനെ അനേകം പുസ്തകങ്ങൾ. അവ ആദ്യം എന്നെ എന്ന് പറഞ്ഞ് മുറവിളി കൂട്ടി. കഥാപാത്രങ്ങൾ പുസ്തകത്താളുകളിൽ നിന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി വന്നു. അവർ ഞങ്ങളിൽ അറിവിന്റെയും ഭാവനയുടെയും അത്ഭുത ലോകങ്ങൾ സൃഷ്ടിച്ചു. ഞങ്ങളുടെ ജിജ്ഞാസ വിദ്യാലയത്തിലെ ഗ്രന്ഥപ്പുരയിൽ നിന്ന് മറ്റു ഗ്രന്ഥപ്പുരകളിലേക്ക് വളർന്നു. ഗ്രാമാന്തരങ്ങൾ തോറും അക്ഷര സൗധങ്ങളുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു, വിസ്മയിച്ചു. ആരാണിതൊക്കെ ഞങ്ങൾക്ക് വേണ്ടി, വരും തലമുറയ്ക്ക് വേണ്ടി ഒരുക്കി വെച്ചത് എന്ന ആലോചന ഞങ്ങളെ അന്വേഷണ കുതുകികളാക്കി. 1829 തിരുവനന്തപുരത്ത് സ്വാതി തിരുനാൾ മഹാരാജാവാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ഗ്രന്ഥശാല സ്ഥാപിച്ചത്, രാജകുടുംബാംഗങ്ങൾക്ക് വേണ്ടി. എന്നിരുന്നാലും 1897 അത് പൊതുജനങ്ങൾക്കുള്ള പബ്ലിക് ലൈബ്രറിയായി. അതേ തുടർന്ന് തിരുവിതാംകൂറിൽ പുരോഗമന ആശയക്കാർ വായനശാലകൾ സ്ഥാപിച്ച് ജനങ്ങളെ വായനയിലേക്ക് ആകർഷിച്ചു. 1926 അമ്പലപ്പുഴയിലെ ഒരു പ്രൈമറി സ്കൂൾ അധ്യാപകൻ തന്റെ നാട്ടിൽ സനാതനധർമ്മം എന്ന പേരിൽ ഒരു ഗ്രന്ഥശാല സ്ഥാപിച്ചു. തിരുവിതാംകൂറിലെ ഗ്രന്ഥശാലകൾക്കൊരു സംഘടിത രൂപമില്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കി. സംഘടിതമായി പ്രവർത്തിച്ചാൽ വളരെ മുന്നേറാം എന്ന് മനസ്സിലാക്കി തിരുവിതാംകൂറിലെ ഗ്രന്ഥശാല പ്രവർത്തകരുടെ ഒരു യോഗം വിളിച്ചു. 1945 അമ്പലപ്പുഴയിൽ അദ്ദേഹം വിളിച്ചു ചേർത്ത യോഗത്തിൽ വെച്ച്
തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം രൂപമെടുത്തു. കേവലം 47 ചെറിയ പുസ്തകങ്ങളുമായി ആ മനുഷ്യൻ അന്ന് തുടങ്ങിയ പ്രസ്ഥാനം ഇന്ന് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ എന്ന മഹാപ്രസ്ഥാനമായി വളർന്നു പന്തലിച്ചിരിക്കുന്നു. ആ മഹാനുഭാവന്റെ നാമധേയമാണ് പുതുവായിൽ നാരായണ പണിക്കർ എന്ന PN പണിക്കർ. ഗ്രന്ഥശാല സംഘത്തിന്റെ ആദ്യ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട PN പണിക്കർ 32 വർഷക്കാലം ആ സ്ഥാനത്ത് തുടർന്നു. ഗ്രന്ഥശാലകളില്ലാത്ത ഒരു ഗ്രാമം പോലും കേരളത്തിലുണ്ടാകരുത് എന്ന ദൃഢനിശ്ചയത്തോടെ അദ്ദേഹം അക്ഷീണം പ്രയത്നിച്ചു. വായനയിലൂടെ മാത്രമേ അറിവും നന്മയുമുള്ള മനുഷ്യരെ വാർത്തെടുക്കാൻ കഴിയൂ എന്ന് മനസ്സിലാക്കിയ ആ പ്രൈമറി സ്കൂൾ അധ്യാപകൻ കൂട്ടുകാരോടൊപ്പം വീടുകൾ തോറും കയറിയിറങ്ങി പുസ്തകങ്ങൾ ശേഖരിക്കുകയും വായനയ്ക്കായി വിതരണം ചെയ്യുകയും ചെയ്തു. കേരളത്തിലെ ഗ്രന്ഥശാലകളെ കോർത്തിണക്കി വായനാ വിപ്ലവത്തിന് തിരികൊളുത്തി. അദ്ദേഹത്തിന്റെ അക്ഷീണ പ്രവർത്തനങ്ങളുടെ ഫലമായാണ് കേരള ഗ്രന്ഥശാല സംഘം രൂപീകൃതമായത്. നമ്മുടെ നാടിനെ ജ്ഞാനപ്രകാശത്തിലേക്ക് നയിച്ച സൂപ്പർ വൈസ് ചാൻസലറാണ് PN പണിക്കർ എന്നാണ് സുകുമാർ അഴീക്കോട് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. നമ്മുടെ നാട്ടിൽ സ്കൂൾ വിദ്യാഭ്യാസം നേടാൻ കഴിയാതെ പോയ ആയിരക്കണക്കിന് നിരക്ഷരർ അറിവിന്റെ വെളിച്ചം നേടണമെന്ന തീവ്രമായ ആഗ്രഹത്തിന്റെ ഫലമായിരുന്നു സാക്ഷരതാ പ്രസ്ഥാനം. അനൗപചാരിക വിദ്യാഭ്യാസത്തിന്റെ അനിവാര്യത മനസ്സിലാക്കിയ അദ്ദേഹം അതിനുവേണ്ടി ഒരു പ്രസ്ഥാനം ആരംഭിക്കുകയുണ്ടായി. അനൗപചാരിക വിദ്യാഭ്യാസ സമിതി അഥവാ കാൻഫഡ്. ഇതിലൂടെയാണ് സാക്ഷരതാ പ്രസ്ഥാനം കേരളത്തിൽ ആകമാനം പ്രവർത്തന നിരതമായത്. ഗ്രന്ഥശാലാ സംഘവും സാക്ഷരതാ യജ്ഞവും കേരള സമൂഹത്തിൽ സൃഷ്ടിച്ച നവോത്ഥാനത്തിന്റെ അമരക്കാരനായിരുന്നു PN പണിക്കർ. മനുഷ്യരെല്ലാം അക്ഷരങ്ങളിലൂടെ അറിവ് നേടണമെന്നാഗ്രഹിച്ച, സകലരുടെയും നന്മയും വിജ്ഞാനത്തിനുമായി ജീവിതം സമർപ്പിച്ച PN പണിക്കർ. ഗ്രന്ഥശാലാ സംഘവും സാക്ഷരതാ യജ്ഞവും കേരള സമൂഹത്തിൽ സൃഷ്ടിച്ച നവോത്ഥാനത്തിന്റെ അമരക്കാരനായിരുന്നു PN പണിക്കർ. മനുഷ്യരെല്ലാവരും അക്ഷരങ്ങളിലൂടെ അറിവ് നേടണമെന്നാഗ്രഹിച്ച, സകലരുടെയും നന്മയും വിജ്ഞാനത്തിനും ജീവിതം സമർപ്പിച്ച PN പണിക്കർ എന്ന മഹാനുഭാവൻ 1995 ജൂൺ 19 ദിവംഗതനായി. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി ഗവൺമെന്റ് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഓർമ്മ ദിനമായ ജൂൺ 19 വായനാ ദിനമായി നമ്മൾ ആചരിക്കുന്നു. അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കടമയുണ്ട്. ധാരാളം വായിക്കുകയും മറ്റുള്ളവരെ വായിപ്പിക്കുകയും ഉയർന്ന മൂല്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുകയും വേണം. ഇന്ന് ജൂൺ 19. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം നമുക്കും ജീവിതത്തിൽ പകർത്താം. അക്ഷരദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് വെളിച്ചമാകാം. അജ്ഞതയുടെ തമസിൽ നിന്ന് വിജ്ഞാനത്തിന്റെ വെളിച്ചത്തിലേക്ക് നടക്കാം, നയിക്കാം.